ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പൊ ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കുകയാണ്. അങ്ങനെ നമ്മുടെ അലീന പൊരുതിക്കൊണ്ടേ ഇരിക്കുകയാണ്. അലീന വിജയം പൊരുതി നേടുകയായിരിക്കും. നമ്മുടെ സ്റ്റാൻലിയോട് മത്സരിച്ചുകൊണ്ടേ ഇരിക്കണം. എങ്ങനെയെങ്കിലും സ്റ്റാൻലിയുടെ ഈ ദൂർത്തടിപ്പ് മാറ്റണം. കണക്ക് വിവരങ്ങള് കാര്യങ്ങളും ഒക്കെ ഒന്ന് അറിഞ്ഞ് കൈകാര്യം ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയുള്ള തത്രപ്പാടിലാണ് അലീന. അങ്ങനെ മനുവിനെ വിളിച്ചു, മനുവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. മനുവിന് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അലീനെ നിന്നെ കൊണ്ടത് സാധിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം പറഞ്ഞു സാധിക്കും, ഞാൻ സാധിച്ചെടുക്കും, എനിക്ക് സാധിച്ചെടുത്തേ പറ്റൂന്ന്. അങ്ങനെ അലീനയും മനുവും തമ്മിൽ കുറച്ചു നേരം സംസാരിക്കുന്നു. മാത്രമല്ല, നിനക്കവിടെ കഷ്ടപ്പാടും അതുപോലെ തന്നെ നിനക്കവിടെ കഷ്ടപ്പാടല്ല, നിനക്കവിടെ ഇഷ്ടമല്ല എങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഒരു താലിയും ഒരു മാലയും ഒക്കെ ആയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാം, എന്നിട്ട് നിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാമെന്ന്. ഇത് കേട്ടപ്പോഴത്തേക്കും അലീന ചിരിച്ചു കേട്ടോ. അലീന ചിരിച്ചിട്ട് ഒന്നും പറയുന്നില്ല. അലീന ചെറിയൊരു നാണവും എന്താ പറയാ, അലീനയ്ക്ക് ആ ഒരു സമയത്ത് ഒരു ചെറിയ നാണമൊക്കെ വന്നു. എന്നിട്ട് പറഞ്ഞു, മനുവേട്ടൻ ഞാൻ ഫോൺ വെക്കുകയാണ്, അതുമല്ല മനുവേട്ടനെ ഇടയ്ക്ക് അവിടെ നെടുമ്പുരയ്ക്കൽ ഒന്ന് പോകണം, പോയി ഒന്ന് പിള്ളേരെയൊക്കെ ഒന്ന് കാണണം. മനുവേട്ട, ഞാൻ അവിടെ ഇല്ലാത്തതിന്റെ ഒരു കുറവ് അവർക്ക് ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അത് മനുവേട്ടൻ ചെന്നാൽ ചിലപ്പോൾ നികത്താനായിട്ട് സാധിക്കും. അവിടുത്തെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ പോയെന്ന് അറിയണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അത് ഞാൻ മറന്നുപോയെന്നല്ല, അത് ഞാൻ പെട്ടെന്ന് ഞാൻ അതങ്ങ് മൈൻഡിൽ എനിക്ക് ഇല്ലായിരുന്നു. ഏതായാലും നീ പേടിക്കുമൊന്നും വേണ്ട, ഞാൻ നാളെ അവിടെ വരെ ഒന്ന് പോകാം, പോയി കാര്യങ്ങളൊക്കെ തിരക്കിയിട്ട് അവിടുത്തെ സിറ്റുവേഷൻസ് ഒക്കെ എന്താണെന്ന് നിന്നോട് വന്ന് പറഞ്ഞാൽ പോരെ, നീ ഇവിടത്തെ കാര്യം ഓർത്ത് പേടിക്കുമൊന്നും വേണ്ട. പിന്നെ അറിയാലോ, വൈജാന്റീനെ നിയന്ത്രിക്കാൻ പറ്റാന്ന് പറയുന്നത് ചില്ലറക്കാരിയല്ല. വൈജാന്റീനെ നിയന്ത്രിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ഇത് വേണം. ഞാൻ ഏതായാലും നോക്കിക്കോളാം, ഞാൻ സെറ്റ് ആക്കിക്കോളാം, നീ പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ മനു എന്നാ പിന്നെ ഫോൺ കട്ട് ചെയ്യാണെന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാം. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നേരം നേരം വെളുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മനു എന്ത് ചെയ്യുന്നു, എന്നാ പിന്നെ നെടുമ്പുരയ്ക്കിലേക്ക് ഒന്ന് പോയേക്കാന്ന് ഓർത്തോണ്ട് നെടുമ്പുരയ്ക്കിലേക്ക് പോവാണ്. അങ്ങനെ അവിടെ ചെന്നതും അവിടെ നമ്മുടെ വൈജയുണ്ട്, അതുപോലെ തന്നെ ബബിതയുണ്ട്, കൃഷ്ണമോള് പോകാനൊക്കെ ആയിട്ട് തുടങ്ങുന്നു. അങ്ങനെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ്. അങ്ങനെ നമ്മുടെ മനു കയറി ചെന്ന ഉടനെ തന്നെ വൈജ ഇറങ്ങി വരുന്നുണ്ട്. അപ്പം വൈജയ്ക്ക് ഇപ്പം ഓഫീസിലൊക്കെ പോകണമല്ലോ, അപ്പൊ ആ തിരക്കിലും കാര്യങ്ങളിലും ഒക്കെയാണ് വൈജ. അപ്പൊ അതിനിടയിൽ പുതിയ സെർവന്റ് വന്നിട്ടുണ്ട്. പുതിയ സെർവന്റ് മനുവിനെ കണ്ടതും ഇതാരാണെന്ന് അന്വേഷിക്കുന്നു. അപ്പോഴത്തേക്കും വൈജ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇതെന്റെ ആംഗ്ലയുടെ മോനാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവന് ചായ എടുത്തു കൊടുക്കുന്നൊക്കെ പറയാ. എല്ലാ പ്രാവശ്യവും മനു വരുമ്പോഴത്തേക്കും അവിടെ നിന്ന് കിട്ടുന്ന ഒരു ചായ ഉണ്ട്, നമ്മുടെ അലീനയുടെ ചായ കുടിക്കാൻ വേണ്ടി തന്നെ മനു അങ്ങോട്ടേക്ക് ചെല്ലുന്ന ദിവസങ്ങളായിരുന്നു. ഏതായാലും ഈ പ്രാവശ്യം ആ ചായയുടെ ടേസ്റ്റ് അല്ല നമ്മുടെ മനുവിന് കിട്ടിയത്. എന്നാലും പോട്ടെ, സാരമില്ല. നമ്മുടെ മനു ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പിള്ളേരോട് പറഞ്ഞു. ഇപ്പൊ പിള്ളേരോട് കാര്യങ്ങളൊക്കെ തിരക്കി. എങ്ങനെയുണ്ട് അമ്മയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്കും തകർത്തു വാരുമല്ലേ ഇവിടെ കിടന്ന്. എന്ത് തകർത്തിട്ടും ഒരു കാര്യമില്ല മനുവേട്ടാ, അച്ഛൻ തന്നെയാണ് ഇപ്പൊ മുൻപന്തിയിൽ നിൽക്കുന്നത്, അച്ഛന് തന്നെയാണ് ഇപ്പൊ ഇത് കൂടുതൽ. അമ്മ അവിടെ കിടന്ന് എന്തെങ്കിലുമൊക്കെ പറയും, അച്ഛനും എന്തെങ്കിലുമൊക്കെ പറയും, അടപ്പിക്കും, അത്രയൊക്കെ തന്നെ, അതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മനുവിന് വൈജനെ ഒന്ന് കാണണമല്ലോ. അപ്പം വൈജനെ ഇങ്ങനെ കാണാനായിട്ട് ചെല്ലുന്നു. വൈജ അവിടെ ഉണ്ട്. അപ്പൊ മനു, നീ ഒത്തിരി നാളായല്ലോ വന്നിട്ട്, ഇപ്പം നീ ഇങ്ങോട്ടേക്കൊന്നും വരാത്തത്? നിന്റെ മറ്റവൾ ഇവിടെ ഇല്ലാഞ്ഞിട്ടായിരിക്കും അല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അല്ല അവളിവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ വന്നോണ്ടിരുന്നല്ലേ ആന്റി എന്ന് പറയുമ്പോഴത്തേക്കും, അല്ല ഇപ്പൊ അവളിവിടെ ഇല്ലല്ലോ, അല്ലെങ്കിൽ നീ നാഴേക്ക് 40 വട്ടം ഇവിടെ കയറി ഇറങ്ങുന്നതല്ലേ, ഇവിടെ കയറി നിരങ്ങുന്നതല്ലേ എന്നുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും, അങ്ങനെ അവളുള്ളപ്പം ഞാൻ മാത്രമല്ലല്ലോ ഇവിടെ കയറി ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഈ പറയുന്ന വൈജി ആന്റിയുടെ ആങ്ങളമാരും ഭർത്താവും മക്കളും ഒക്കെ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, അതിന്റെ പൊരുൾ എന്താണ് എന്ന് ആന്റിക്കൊന്ന് ചിന്തിച്ചു നോക്കിക്കൂടെ? അവരൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചിന്തിച്ചു നോക്കിക്കൂടെ എന്നിങ്ങനെ ചോദിക്കാം. അപ്പൊ നമ്മുടെ വൈജു ചോദിച്ചു, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു, നീ എന്തോ മനസ്സിൽ വെച്ചുകൊണ്ട് എന്തോ കൊള്ളിച്ചുകൊണ്ട് സംസാരിക്കുന്നത് പോലെയാണല്ലോ മനു എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഞാൻ കൊള്ളിച്ച് സംസാരിക്കുന്നൊന്നും അല്ല ആന്റി ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ആന്റി അലീനെ നാഴിക്ക് 40 വട്ടം കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പം ബാക്കിയുള്ളവർ എന്തായിരിക്കാം അലീനയുടെ കൂടെ നിൽക്കുന്നത് എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിക്കൂടെ? സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അല്ലെങ്കിൽ ബോധമുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റൂലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വൈജ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പൊ വൈജ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ്. മനു എന്താണ് പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതിൻ്റെ കൂടെ മനു പറയുന്നുണ്ട്, പിന്നെ അങ്ങനെയൊക്കെ അലീനയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതിന്റെ കാരണം വേറൊന്നുമല്ല ആന്റിയുടെ പാസ്റ്റ് ആണ് എന്ന്.
അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്കും ഒന്നും കൂടെ നമ്മുടെ വൈജയുടെ കണ്ണു തള്ളിപ്പോയി. പാസ്റ്റ് അല്ല, എന്റെ പാസ്റ്റ് ഇപ്പൊ നീ പറയാൻ കാരണം എന്താ? അല്ല, എന്റെ പാസ്റ്റ് എന്താണെന്ന് നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പം എനിക്ക് എങ്ങനെ അറിയാമോ, അതൊന്നും ഇപ്പം പ്രസക്തിയുള്ള ചോദ്യമല്ലല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ പ്രസക്തി എന്താണെന്ന് ആന്റിക്ക് മനസ്സിലായല്ലോ. എന്തുകൊണ്ടാണ് ആന്റിയുടെ ആങ്ങളമാരും ആന്റിയുടെ മക്കളും ആന്റിയുടെ ഭർത്താവും എല്ലാവരും അലീനയെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അലീനയുടെ പക്ഷം നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആന്റിയുടെ പാസ്റ്റ് മാത്രമാണ്. പിന്നെ ആന്റി എത്ര വിചാരിച്ചാലും, ആന്റി എത്ര 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 തീരുമാനങ്ങൾ എടുത്താലും, കുറച്ച് തീരുമാനങ്ങൾ ഇനിയും എടുക്കുമായിരിക്കും, പക്ഷെ അലീനയുമായിട്ടുള്ള ആന്റിയുടെ കണക്ഷൻ ഉണ്ടല്ലോ, ആ കണക്ഷൻ ഒരിക്കലും ആന്റിക്ക് അറുത്തു മാറ്റാനായിട്ട് പറ്റത്തില്ല, അറുത്തു മാറ്റാനായിട്ട് പറ്റില്ല ഒരിക്കലും. അങ്ങനെ ഒരു ഇതാണ് ആന്റിയും അലീനയും തമ്മിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നീ എന്താടാ വീണ്ടും വീണ്ടും ഈ പറഞ്ഞു വരുന്നത്? ഞാനും അലീനയും തമ്മിൽ എന്തു ബന്ധമുണ്ടെന്നാ നീ പറഞ്ഞു വരുന്നത്? ഞാനും അലീനയും തമ്മിലല്ല ബന്ധം, എന്റെ ഭർത്താവ് ബാലചന്ദ്രനും അവളും തമ്മിലാണ് വിഹിത ബന്ധമുള്ളത്, അതായിരിക്കും ബന്ധം. അത് അറുത്ത് മുറിച്ച് മാറ്റി കളയാൻ ചിലപ്പം ആരെ കൊണ്ടും പറ്റിയെന്ന് വരില്ല. അവളുമായിട്ട് പിന്നെ എനിക്ക് എന്ത് ബന്ധമാ ഉള്ളത് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നമ്മുടെ മനു പറഞ്ഞു, ഇല്ല ഞാൻ ഇനി ഒന്നും പറയുന്നില്ല, ഇനി ഞാൻ പറഞ്ഞിട്ടും കാര്യമില്ല. അറിയേണ്ട സമയത്ത് ആന്റി ചിലപ്പോൾ എല്ലാം അറിയായിരിക്കും, ചിലപ്പോൾ ആ ഒരു സമയത്ത് സമയം വൈകി പോകും ആന്റി അറിയുമ്പോഴെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, നീ എന്നാടാ ഇത് തൊട്ടും തൊടാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ട് പറയാൻ പറഞ്ഞപ്പോഴത്തേക്കും, വ്യക്തമായിട്ട് ഞാൻ സംസാരിക്കേണ്ട കാര്യമില്ല, ആന്റി തന്നെ ആന്റിയോടൊന്ന് ചോദിച്ചാൽ മതി, ആന്റിയുടെ പാസ്റ്റ് എടുത്തൊന്ന് ചെകഞ്ഞ് നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനു അവിടെ നിന്ന് പോയി കേട്ടോ. അവിടെ നിന്ന് പോയി ബാലചന്ദ്രന്റെ അടുത്തേക്ക് നേരെ റൂമിലേക്ക് പോവാണ്. വൈജി ഇങ്ങനെ അന്തം വിട്ട് കുന്തം പോലെ നിൽപ്പുണ്ട്. എന്തായിരിക്കും എന്നായിരിക്കും ഇവൻ എന്താ പറഞ്ഞത്, പാസ്റ്റ് പാസ്റ്റ് എന്ന് പറയുന്നുണ്ടല്ലോ. അലീനയ്ക്കും എന്തൊക്കെയോ പാസ്റ്റ് അറിയായിരുന്നല്ലോ. അലീനി അപ്പൊ ഇനിയിപ്പൊ പറഞ്ഞ് കൊടുത്തതാണോ എന്ന് അറിയില്ല, കാരണം അലീനിയും ഇങ്ങനെ ഒരു കുറെ പാസ്റ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത്. അപ്പൊ അലീനയ്ക്കും എന്തെങ്കിലും അറിയാമോ, ഇനിയിപ്പൊ അലീന എന്തെങ്കിലും മനുവിനെ പറഞ്ഞു പിടിപ്പിച്ചതാണോ? ആകപ്പാടെ മൊത്തം നമ്മുടെ വൈജിക്ക് കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷൻ. ഇത് കഴിഞ്ഞ് നേരെ ബാലചന്ദ്രന്റെ അടുത്ത് പോകുന്നുണ്ട്. ബാലചന്ദ്രന്റെ അടുത്ത് പോയി സംസാരിക്കുന്നുണ്ട്. അപ്പൊ അലീന എന്നെ ഇന്നലെ വിളിച്ചായിരുന്നു, അവൾ എന്നോട് സംസാരിച്ചായിരുന്നു, അവൾക്ക് അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുരുമ്പ് പിടിച്ചു പോകുമോ എന്ന് പറയുന്നു. അവൾ അവിടെ ഇരുന്നിരുന്ന് തുരുമ്പ് പിടിച്ചു പോകുന്നു അവള് പറയുന്നത്. പിന്നെ അവൾക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഏതായാലും അങ്കിൾ എന്നോട് പറഞ്ഞില്ലല്ലോ അവളെ എവിടെയാ കൊണ്ടാക്കുന്നത് എന്ന്, അങ്കിൾ എന്നോട് സംസാരിച്ചില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പം, ഞാൻ പറഞ്ഞില്ലെങ്കിലും നിനക്ക് മനസ്സിലായായിരുന്നല്ലോ, എവിടെയാ കൊണ്ടുവിട്ടതെന്ന് നിനക്ക് അറിയായിരുന്നല്ലോ. നിനക്ക് മാത്രമല്ല ഈ പറയുന്ന ഗംഗാധര മേനോനും ശിവശങ്കര മേനോനും ഒക്കെ അറിയാം ഞാൻ അലീനെ എവിടെയാണ് കൊണ്ടുവിട്ടത് എന്ന്. അറിയാത്ത ഒരാളല്ലേ ഉള്ളൂ വൈജ. അത് വൈകാതെ അറിഞ്ഞോളൂ എന്ന് പറയുമ്പം, അല്ല അങ്കിളിന്റെ ഇനി മുന്നോട്ടേക്കുള്ള പരിപാടി എന്താ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും, എന്റെ പരിപാടി കുറെ ഉണ്ട് മനു, അത് എന്താണ്, എങ്ങനെയാണ്, അതെങ്ങനെ ചെയ്യണം, അത് ഏത് വഴി കൂടെയാണ് എന്നൊക്കെ പതുക്കെ പതുക്കെ എല്ലാവരും അറിഞ്ഞോളും. ഇപ്പൊ ഏതായാലും ഇതുപോലെ അങ്ങ് പോട്ടെ, എനിക്കൊന്ന് തട്ടിക്കളിക്കണം. എനിക്കിപ്പോ ഒരു പന്ത് കൈ കിട്ടിയിട്ടുണ്ടല്ലോ, വൈജ എന്ന് പറയുന്ന ഒരു പന്ത്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ടൊന്ന് എനിക്ക് തട്ടിക്കളിക്കണം. തട്ടി എന്റെ കൊതി തീരുന്നവരെ എനിക്ക് തട്ടിക്കളിക്കണം. അത് കഴിഞ്ഞിട്ടേ ഞാൻ ഇതൊക്കെ തുറന്നു പറയത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഏതായാലും അങ്കിളിന്റെ ഇഷ്ടം, അങ്കിൾ എന്താണെന്ന് വെച്ചാൽ അങ്കിളിന്റെ ഉചിതം പോലെ ചെയ്യും. ഒരിക്കലും അങ്കിളിനെ കുറ്റം പറയാനായിട്ടോ അങ്കിള് ചെയ്യുന്നതിനെ എതിർക്കാനായിട്ടോ ഒന്നും എനിക്ക് പറ്റില്ല, കാരണം അങ്കിളിന്റെ ഭാഗത്ത് ന്യായം ഉള്ളത് കൊണ്ട്. പിന്നെ 3 മക്കളെ കുറിച്ചും ഓർക്കണം എന്ന് പറയുമ്പോൾ 3 മക്കളോ, അപ്പൊ ഒരെണ്ണം അവിടെ ഉണ്ടല്ലോ അലീന, അവളെ കുറിച്ച് ഞാൻ ഓർക്കണ്ടേ എന്ന് പറയുമ്പം, അല്ല അവളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഇപ്പം ബബിതയും കൃഷ്ണമോളും രോഹിത്തും ഇവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരെ കുറിച്ച് ഓർത്തിട്ട് വേണം നിങ്ങൾ രണ്ടും കൂടെ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം എടുക്കാനും പറയാം. രണ്ടുപേരുമായിട്ടുള്ളൊരു തീരുമാനം ഇല്ല മനുവിനി. ഒരാള് ഞാന് എന്റെ മക്കളെ എങ്ങനെ എന്നൊക്കെയുള്ള തീരുമാനം ഞാൻ എടുക്കും. അവളുടെ മക്കളെ കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുത്തോട്ടെ, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ രണ്ടുപേരും കൂടിയുള്ളൊരു തീരുമാനം ഇനി ഇല്ലാന്ന് തന്നെയാണ് നമ്മുടെ ബാലചന്ദ്രനും പറയുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ഒരു സീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്, നമ്മുടെ ഔതക്കുട്ടിക്ക് തിരിച്ചു പുനലൂർക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഔതക്കുട്ടി കുറെ ദിവസമായല്ലോ വന്നിട്ട്. അപ്പൊ അവിടെ എല്ലാവരും വിളിച്ചോണ്ടിരിക്കുക, ഔതക്കുട്ടിയോട് അങ്ങോട്ട് ചെല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഔതക്കുട്ടി അതിനുള്ള ഒരു തത്രപ്പാടിലാണ്. അപ്പൊ അലീനയോട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അലീനയ്ക്ക് ഔതക്കുട്ടീനെ വിടാനിട്ട് മടിയെ. അലീനയോട് പറയുകയാണ്, മോളെ ഞാൻ പോവുകയാണ്, എനിക്ക് അങ്ങ് പുനലൂര് ചെന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ നിന്നാ മാത്രം പോരല്ലോ എന്ന് പറയുമ്പം, അല്ല വല്യപ്പച്ചും പോയി കഴിഞ്ഞാൽ ഞാനിവിടെ ഒറ്റയ്ക്കായി പോകൂലേ, അറിയാലോ ഇവിടെ പൗലോസും ആന്റപ്പനും അതുപോലെ വിനോദും കേണലും എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് എല്ലാവരും കൂടെ എനിക്ക് നേരെ വരില്ല എന്ന് പറഞ്ഞപ്പോ, ഹേയ് അങ്ങനെയൊന്നുമില്ല മോള് പേടിക്കൊന്നും വേണ്ട, കേണൽ എപ്പോഴും നിന്റെ കൂടെ തന്നെ ആയിരിക്കും. പിന്നെ അവൻ ഇങ്ങനെ ചുമ്മാ ചൂടായി സംസാരിക്കുന്നതല്ല, അവന്റെ സ്വഭാവം അതായി പോയല്ലോ, അതൊക്കെ നിന്നെ കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റൂല്ലോ മോളെ എന്ന് പറയുമ്പോ, അല്ല ഈ വല്യപ്പച്ചൻ എന്നെ ഇവിടെ ആക്കിയിട്ട് പോകാന് വിഷമമൊന്നും ഇല്ലെന്ന് ചോദിച്ചപ്പോ, നിന്നെ ഇവിടെ ആക്കിയിട്ട് പോകാനുള്ള വിഷമമൊക്കെ ഉണ്ടോ,
പക്ഷെ ഇപ്പം തൽക്കാലം നിന്നെ എനിക്ക് അങ്ങോട്ടേക്ക് എന്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. പതുക്കെ ഞാൻ അവിടെ ചെന്ന് എല്ലാവരോടും എല്ലാം ഒന്ന് സംസാരിക്കട്ടെ. അതുവരെ മോളൊരു കാര്യം ചെയ്യുക, മോളിവിടെ നിൽക്കണം. മോള് കേണലുമായിട്ട് നിന്റെ അപ്പനുമായിട്ട് ഒരുപാട് ഏറ്റുമുട്ടാനൊന്നും പോകരുത്. പിന്നെ കാര്യങ്ങളൊക്കെ മോള് കൈകാര്യം ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ അവനിൽ എപ്പോഴും ഒരു കണ്ണ് വേണം മോൾക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ കൊടുക്കാറ് കേട്ടോ. അപ്പം അവതക്കുട്ടി പോകുന്നതിന്റെ വിഷമത്തിലാണ് അലീന ഉള്ളത്. ഏതായാലും ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട ഒരു വിശേഷമാണ് നാളെ വരാൻ പോകുന്നത്. അപ്പൊ ഞാൻ പ്രമോ വിശേഷമായിട്ടോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നാളെ രാവിലെ ഫുൾ വിശേഷവുമായിട്ട് കാണാൻ മറക്കരുത്. അപ്പൊ ലൈക്ക് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. കൂടെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.